നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ തേർഡ് മോഡ്യൂൾ ആണ് നോക്കുന്നത് അല്ലേ? സാനിറ്ററി എഞ്ചിനീയറിംഗ് അഥവാ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വേസ്റ്റ് വാട്ടറിന്റെ അല്ലെങ്കിൽ സീവേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു അല്ലേ? നമ്മൾ മൂന്നായി തരംതിരിച്ചിരുന്നു. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിന്റെ അണ്ടറിൽ 4 കാറ്റഗറി നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? കളറ്, അതായത് ആ സീവേജിന്റെ കളറ്, ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ല് അല്ലേ? സ്മെല്ല്, അതിന്റെ ടെമ്പറേച്ചർ, അതുപോലെ ടർബിഡിറ്റി. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ? അതിലെ തന്നെ കളർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഫ്രഷ് സീവേജ് ആണെങ്കിൽ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറാണ് ഉണ്ടാവുക. അത് പഴകിയാൽ അത് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറാണ് അല്ലെ? പിന്നെ അതല്ലാതെ നമ്മൾ പല സീവേജും കാണും, പല കളേഴ്സിലൊക്കെ കാണുന്നത് ആ സീവേജില് ഡൈസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഡൈ അല്ലെ? നമ്മുടെ തുണിക്കൊക്കെ കളർ കൊടുക്കുന്ന ഡൈ. അപ്പൊ ആ ഡൈ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ സീവേജില് പല കളേഴ്സ് കാണുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ഓർഡർ ആണ്, അതായത് സ്മെല്ല്. സ്മെല്ലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മുടെ ഫ്രഷ് സീവേജ് ആണെങ്കിൽ ഒരു ഓയിലി സ്മെൽ എന്നാണ് പറയുക. ഓക്കെ, ഒരു ഓയിലി സ്മെൽ അല്ലെങ്കിൽ സോപ്പി സ്മെല്ലായിരിക്കും. പക്ഷേങ്കില് പഴകിക്കഴിഞ്ഞാൽ ഒരു റോട്ടൺ എഗ്ഗിന്റെ ഒക്കെ ഒരു മണം വരും, ചീഞ്ഞ നാറിയ മുട്ടേന്റെ ഒക്കെ അതുപോലത്തെ ഒക്കെ ഒരു മണം വരും അല്ലേ? അത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രജൻ സൾഫൈഡ് അല്ലേ? പിന്നെ നമ്മൾ നോക്കിയത് ടെമ്പറേച്ചർ ആയിരുന്നു അല്ലേ? ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വരുന്ന വെള്ളം, വാട്ടർ സപ്ലൈ, അതിലും ചൂടായിരിക്കും നമ്മുടെ സീവേജ്. പിന്നെ അതുപോലെ ടർബിഡിറ്റി, അത് നമുക്കറിയാം. നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ, സീവേജിൽ ഒരുപാട് സോളിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ 3ആയി തരംതിരിച്ചിരുന്നു അല്ലെ സോളിഡ്സിനെ? ഏതൊക്കെയാണ്? അതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ആദ്യത്തത് വലിയ പാർട്ടിക്കിൾസിനെയാണ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ വരുന്ന സൈസാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. പിന്നെ അതിലും താഴെ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പാർട്ടിക്കിൾസ്, അതൊരു പക്ഷേ ഡിസോൾവ് ആയി പോകും അല്ലെ? വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതാണ് ഡിസോൾവ്ഡ് സോളിഡ്സ്. അപ്പൊ നമ്മുടെ ഈ സസ്പെൻഡഡ് സോളിഡ്സും കൊളോയിഡൽ സോളിഡ്സും ആണ് ടർബിഡിറ്റിക്ക് കാരണം അല്ലെ? വെള്ളം കലക്ക് വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അതാണ് ടർബിഡിറ്റി. അപ്പൊ നമ്മുടെ സീവേജിൽ ഒരുപാട് സോളിഡ്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ സീവേജ് ടർബിഡ് ആണ് അല്ലെ? പിന്നെ അടുത്തത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് നോക്കിയത്. സോളിഡ്സ്, പിന്നെ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കും, പിന്നെ ഗ്യാസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ 3 കാറ്റഗറി സോളിഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സീവേജ്, നമ്മളൊരു സീവേജ് കൺസിഡർ ചെയ്താൽ അതിൽ എത്ര ശതമാനമായിരിക്കും വെള്ളം? 99.9% വെള്ളമായിരിക്കും. ബാക്കി 0.1% മാത്രമാണ് എന്ത്? സോളിഡ്സ് ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കണക്കൊക്കെ നോക്കിയതാണ്.
ഒരു 1000 kg സീവേജ് കൺസിഡർ ചെയ്താൽ അതിൽ 0.45 kg മാത്രമായിരിക്കും സോളിഡ്സ് ഉള്ളത്. ആ സോളിഡ്സിൽ തന്നെ എത്രത്തോളം ഡിസോൾവ്ഡ് ഫോമിലായിരിക്കും, സസ്പെൻഷനിലായിരിക്കും ഒക്കെ നമ്മൾ നോക്കിയതാണ്. അതൊക്കെ ഒരു റഫ് കണക്കാണ് കേട്ടോ. നമുക്കൊരു പുതിയ സീവേജ് കണ്ടിട്ട് അതിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിലുള്ള സോളിഡ് കണ്ടൻസ് എത്രയാണെന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറൈഡ്, ആൽക്കലീസ്, ഫീനോൾസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഓയിൽ, ഗ്രീസ്, അങ്ങനെ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ സീവേജിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ, പിന്നെ അതുപോലെ ടോക്സിക് സബ്സ്റ്റൻസസും ഉണ്ടായിരിക്കും അല്ലെ. അതായത് അത്രയും ഹാനികരമായ പാർട്ടിക്കിൾസ്. അതൊക്കെ പൊതുവെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിലാണ് കൂടുതൽ ഉണ്ടാവുക. നമ്മുടെ ഈ ഡൊമസ്റ്റിക് വേസ്റ്റിൽ ടോക്സിക് സബ്സ്റ്റൻസിന്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നെ ഹെവി മെറ്റൽസ്, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ വേസ്റ്റിലാണ് ഒരുപാട് കാണുന്നത്. പിന്നെ ഗ്യാസസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്യാസസ് ഏതൊക്കെയാ? ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾക്ക് പൊതുവെ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, ഇതെല്ലാം നമ്മുടെ സീവേജിൽ കാണാം അല്ലെ. പിന്നെ അതുപോലെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസ് അല്ലെ, ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, അങ്ങനെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ കാണപ്പെടും. അതിൽ തന്നെ നമ്മൾ ആ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ 3ആയി തരംതിരിച്ചിരുന്നു. ഓക്സിജൻ വേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. ഓക്സിജൻ വേണ്ട ബാക്ടീരിയാസിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? എയറോബിക് ബാക്ടീരിയ അല്ലെ. പിന്നെ അതുപോലെ which can live in the absence of oxygen, അങ്ങനത്തെ ബാക്ടീരിയാസിനെയാണ് അനൈറോബിക് ബാക്ടീരിയാസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ്, നമ്മുടെ ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് എന്ത് വിളിക്കുക? ഫാക്കൾട്ടേറ്റീവ് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 3 ടൈപ്പ് ഓഫ് organisms based on the availability of oxygen. Okay, അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മൾ നോക്കാൻ തുടങ്ങിയത് അനാലിസിസ് ഓഫ് സീവേജ് ആയിരുന്നു അല്ലെ. അതായത് നമ്മൾ സാമ്പിളിംഗ് കഴിഞ്ഞ് കൊണ്ടുവന്ന വെള്ളം, ആ ഒരു വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്തു? ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അനാലിസിസിൽ നമുക്ക് നോക്കാം, ഇന്ന് ബാക്കി നോക്കാം. അപ്പൊ അനാലിസിസ് ഓഫ് സീവേജ്, ഇതാണ് നമ്മൾ ഇന്നലെ നോക്കി നിർത്തിയത് അല്ലെ. അനാലിസിസിൽ നമ്മൾ 5 ടെസ്റ്റുകളാണ് പറഞ്ഞത്. ടോട്ടൽ സോളിഡ്സ്, ഓക്സിജൻ ഡിമാൻഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, pH വാല്യൂ, ക്ലോറൈഡ്സ്. ഇത് 5ന്റെയും കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിലെ ടോട്ടൽ സോളിഡ്സ് നമ്മൾ ഇന്നലെ നോക്കിയതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കാനുള്ളത് ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ഓക്സിജൻ ഡിമാൻഡ് എങ്ങനെയാണ് സീവേജിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഓക്സിജൻ ഡിമാൻഡ്, അപ്പൊ എന്താണ് ഓക്സിജൻ ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ആദ്യം. amount of oxygen consumed by readily oxidizable organic matter for oxidation. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ നമ്മൾ പറഞ്ഞു ഓർഗാനിക് മാറ്ററും ഉണ്ട്, ഇനോർഗാനിക് മാറ്ററും ഉണ്ട് അല്ലെ. അതിലെ ഓർഗാനിക് മാറ്റർ എന്നാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത് അല്ലേ. നമുക്കറിയാം
ഓർഗാനിക് മാറ്റർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ കളഞ്ഞാൽ, നമ്മുടെ തൊടിയിലൊക്കെ കളഞ്ഞാൽ എന്ത് പറ്റും? അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ താനെ മണ്ണിനോട് ചേരും അല്ലെ? അതാണ്, അത് ഡീകമ്പോസ്ഡ് ആവും അല്ലെ? അതുപോലത്തെ ഓർഗാനിക് മാറ്റേഴ്സിനാണ് ഓക്സിജൻ ആവശ്യം ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെ? അപ്പോ അങ്ങനത്തെ മാറ്റർ എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിലെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്യും, എടുക്കും. Amount of oxygen consumed by readily oxidizable organic matter for oxidation. ഓക്സിഡേഷന് വേണ്ടി എത്ര ഓക്സിജൻ എടുക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഓക്സിജൻ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. It involves chemical oxidation with potassium permanganate or potassium dichromate in an acid solution, and as such is called chemical oxygen demand. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ ഡിമാൻഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഓക്സിജൻ ഡിമാൻഡ് പഠിക്കാനുണ്ട്. ഒന്ന് BOD, വേറൊന്നാണ് COD. BOD എന്ന് പറയുമ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. COD എന്ന് പറയുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതായത് കെമിക്കൽസിന്, ആ ഒരു സീവേജിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിന് ഓക്സിഡൈസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം അത് കണ്ടുപിടിക്കുന്നതാണ് COD. നേരെ മറിച്ച് ആ ഒരു വേസ്റ്റ് വാട്ടറിൽ ലിവിങ് ഓർഗാനിസംസിന് ഓക്സിഡൈസ് ചെയ്യാൻ, അതാണ് ബയോകെമിക്കൽ. ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ മീൻസ് ലൈഫ് അല്ലെ? അപ്പൊ ബയോകെമിക്കൽ, അപ്പൊ ലൈഫ് ഉള്ള കെമിക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഓർഗാനിസംസിനെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബയോകെമിക്കൽസ് ഓക്സിഡൈസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം, അതാണ് BOD. ഓക്കെ, അപ്പൊ ഈ COD എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്. അപ്പൊ ആ ഒരു വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ഓക്സിഡൈസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം എന്നുള്ളതാണ് COD. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വിത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഓർ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഇൻ ആൻ ആസിഡ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ ടൈട്രേഷൻ മെത്തേഡാണ് കേട്ടോ. COD നമ്മൾ എങ്ങനെ വേസ്റ്റ് വാട്ടറിലുള്ള COD കണ്ടുപിടിക്കണമെങ്കിൽ ലാബിൽ ടെസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ബൈ ദിസ് ടെസ്റ്റ് ഓൺലി റെഡിലി ഓക്സിഡൈസബിൾ കാർബണേഷ്യസ് മാറ്റർ ഈസ് ഡിറ്റർമിൻഡ്. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡിൽ COD കണ്ടുപിടിച്ചാൽ, അതായത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒക്കെ വെച്ച് ആസിഡ് സൊല്യൂഷനിൽ നമ്മൾ COD കണ്ടുപിടിച്ചാൽ ആ കിട്ടുന്ന COD വാല്യൂ എന്ന് പറയുന്നത് റെഡിലി ഓക്സിഡൈസബിൾ കാർബണേഷ്യസ് മാറ്ററിന്റെ മാത്രമാണ്. ഓക്കെ, this test does not differentiate between biologically oxidizable and non-oxidizable organic matter. അതായത് ഈ ഒരു COD ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, COD ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടോ എല്ലാ കെമിക്കൽസിന്റെയും കൂടെ ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. അതായത് അതില് ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആണോ അതോ നോൺ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ ഓർഗാനിക് മാറ്ററിന്റെയും കൂടെ ഉള്ള ഒരു എത്ര ഓക്സിജൻ എടുക്കും എന്നുള്ളതാണ് കിട്ടുക. അല്ലാണ്ട് നമുക്ക് മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ വേർതിരിച്ചൊന്നും കിട്ടില്ല. In sewage treatment, separate finding of biologically active, unstable organic matter which can be tackled in biological units are to be found out. അപ്പൊ നമുക്ക് എന്താ ആവശ്യം? നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റില് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ആ പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മാറ്റർ അതിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ
ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ കുറെയൊക്കെ ബാക്ടീരിയാസിനെ കൊണ്ട് തന്നെ നമുക്ക് ആ വേസ്റ്റ് കഴിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ പച്ച കളറിൽ കാണുന്നതാണ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ഫുഡാണ് എന്ത്? ഇതിൽ കാണുന്ന ഓക്സിജൻ എന്താണ് റെസ്പയർ ചെയ്യാൻ ഫുഡാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ആ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മുടെ ബാക്ടീരിയാസിന്റെ ഒക്കെ ഭക്ഷണമാണ്, അല്ലേ? അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഓർഗാനിസംസിനെ കൊണ്ട് ആ ഭക്ഷണം കഴിപ്പിക്കാം, എന്നിട്ട് ഓർഗാനിസംസിനെ ഇങ്ങനെ കൂട്ടുക. ഓക്കെ, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ വലുതായി റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ വീണ്ടും കുറെ മൈക്രോ ഓർഗാനിസംസ് ആവും. എന്നിട്ട് ആ വേസ്റ്റ് മുഴുവൻ ഈ ഓർഗാനിസംസിനെ കൊണ്ട് കഴിപ്പിച്ച് പിന്നെ ആ ഓർഗാനിസംസിനെ മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആ വേസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം ഈ ബാക്ടീരിയാസിനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന വേസ്റ്റ് അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് ഈ ഒരു COD ടെസ്റ്റ് കൊണ്ട് സാധിക്കില്ല. Okay, however, COD test has the merit of simplicity and quick result. പെട്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടണമെങ്കിൽ ഈ ഒരു COD ടെസ്റ്റ് നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ടെസ്റ്റ് പോരാ. In situations where the presence of toxic materials is likely to interfere with the BOD, this test is very useful. അതുപോലെ തന്നെ ഈ ടോക്സിക് മെറ്റീരിയൽസ് ഒക്കെ വരുന്ന സീവേജിൽ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അതിലൊക്കെയാണ് പൊതുവെ ടോക്സിക് മെറ്റീരിയൽസ് കാണാം, ഹെവി മെറ്റൽസ് ഒക്കെ കാണാം. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ ഈ ഒരു ടെസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ബാക്ടീരിയാസിനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, അല്ലെ? ആ വേസ്റ്റ് ബാക്ടീരിയാസിനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, കാരണം അത് കഴിച്ചാൽ ചത്തുപോകും, ടോക്സിക് ആണ്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ COD ടെസ്റ്റ് മതി. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു ഹൗസ് ഹോൾഡ് സീവേജ് ഒക്കെ കണക്കാക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ബാക്ടീരിയാസിനെ കൊണ്ട് കഴിപ്പിക്കാം, എന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് എത്രത്തോളം ആണെന്നുള്ളത് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ടെസ്റ്റ് ചെയ്യും. അതാണ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അപ്പൊ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ എന്താണ് BOD? ഇത് ഒരു ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്താണ്, ഈവൻ നിങ്ങൾക്ക് വൈവയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇനിയിപ്പോ ഉണ്ടാകുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, അപ്പൊ നടത്തുന്നുണ്ടെങ്കിൽ BOD എന്താന്നുള്ളതൊക്കെ എന്തായാലും ചോദിക്കും. വാട്ട് ഈസ് BOD എന്ന് ചോദിക്കും. അതിന്റെ ഡെഫിനിഷൻ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇറ്റ് ഈസ് നോൺ ആസ് BOD ടെസ്റ്റ് എന്നാണ് പറയുക. It's considered to be one of the most important parameters in sewage engineering. അപ്പൊ സീവേജ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, അതിലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് BOD. It influences the planning, design and operation of biological units in treatment work. അപ്പൊ ഈ BOD എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? ആ ഒരു സീവേജ് പ്ലാന്റിന്റെ, ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്ലാനിങ്, ഡിസൈന്, ഓപ്പറേഷൻ ഇതെല്ലാം നോക്കും. ഇതെല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണ് BOD. BOD is the amount of oxygen, definition പറയാണ്, it is the amount of oxygen required for biological decomposition of biodegradable organic matter under aerobic conditions. അപ്പൊ എന്താണ് BOD? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം,
അതാണ് BOD. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ഓക്സിജൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? BOD എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ milligrams per liter. അപ്പൊ BOD എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? യൂണിറ്റ് BOD നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് milligrams per liter ആണ്. ഓക്കെ, indicates the amount of biologically active organic load, that is the strength of sewage. അതായത് BOD കണ്ടുപിടിക്കുമ്പോൾ BOD ടെസ്റ്റിലൂടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എമൗണ്ട് ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എത്രത്തോളം ഓർഗാനിക് മാറ്റർ ആ വെള്ളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള എത്ര ഓർഗാനിക് മാറ്റർ അതിലുണ്ട് എന്നുള്ളത്. അതാണ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് സീവേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ആ സീവേജിന്റെ മൊത്തം കോൺസെൻട്രേഷൻ എത്രത്തോളം അഴുക്ക് പിടിച്ച വെള്ളമാണ് എന്നുള്ളതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബയോളജിക്കലി ആക്റ്റീവ് ഓർഗാനിക് ലോഡ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു എമൗണ്ട് ആണ്. ഓക്കെ, so more the BOD value of a particular sewage sample, greater is the nuisance producing capacity of that sewage. അപ്പോൾ BOD വാല്യൂ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ വേസ്റ്റ് കൂടുതൽ ചീത്തയാണ്. ഓക്കെ, അതായത് കൂടുതൽ അഴുക്കുള്ളതാണ് നമ്മുടെ വേസ്റ്റ് എന്നാണ് BOD ഹൈ വാല്യൂ കിട്ടുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, BOD വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ, if the BOD value is 0 milligram per liter, what will it indicate? It indicates that there is no organic load. അതായത് വെള്ളം എന്ന് പറയുന്നത് നല്ല വെള്ളമാണ്. ഓക്കെ, നല്ല വെള്ളമാണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല, കാരണം അതിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവാം. ഓക്കെ, കെമിക്കൽസ് ഉണ്ടാവാം, എന്നുവെച്ചാൽ ഡീഗ്രേഡബിൾ അല്ലാത്ത കെമിക്കൽസ് അതിലുണ്ടെങ്കിലും BOD വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, പക്ഷെങ്കിൽ നമ്മുടെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് അതിലുണ്ടാവില്ല. അതാണ് BOD 0 ആണെങ്കിൽ അതിനർത്ഥം. ബാക്ടീരിയാസിനെ കൊണ്ട് കഴിച്ച് കളയാൻ പറ്റിയ വേസ്റ്റ് അതിലുണ്ടാവില്ല. ഓക്കെ, BOD വാല്യൂ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ വേസ്റ്റ് വളരെ മോശമാണ്. അതായത് വേസ്റ്റ് വാട്ടറിൽ ഒരുപാട് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ BODയില് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വേസ്റ്റിന് ഓക്സിഡേഷൻ നടക്കുമല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കും. അപ്പൊ ഈ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ പ്രോസസ് പ്രൊസീഡ്സ് ഇൻ 2 സ്റ്റേജസ്. 2 സ്റ്റേജുകളായിട്ടാണ് ഓക്സിഡേഷൻ നടക്കുക. അതായത് വേസ്റ്റ് ഒക്കെ ഡീകമ്പോസ്ഡ് ആയി പോവുക. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് കാർബണേഷ്യസ് മാറ്റർ, ഓക്സിഡേഷൻ ഓഫ് കാർബണേഷ്യസ് മാറ്റർ. അതായത് നമുക്കറിയാലോ, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇതൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ? അപ്പൊ അതിലെ കാർബൺ കണ്ടന്റ് ആണ് ആദ്യം ഓക്സിഡൈസ് ആവുക. പിന്നെ നൈട്രജൻ കണ്ടന്റ് ആണ് ഓക്സിഡൈസ് ആവുക. നൈട്രജനീഷ്യസ് മാറ്റർ ഇസ് ഓക്സിഡൈസ്ഡ് ഇൻ സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ കാർബണേഷ്യസ് മാറ്റർ ആണ് ഓക്സിഡൈസ്ഡ് ആവുക. സെക്കൻഡ് സ്റ്റേജിൽ നൈട്രജനീഷ്യസ് മാറ്റർ ആണ് ഓക്സിഡൈസ്ഡ് ആവുക. ഓക്കെ, ആൻഡ് ബോത്ത് സ്റ്റേജസ് ആർ ടൈം കൺസ്യൂമിങ്. ഈ BOD എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താണ്? BOD ടെസ്റ്റിലുള്ള ഒരു പ്രശ്നം ടൈം കൺസ്യൂമിങ് ആണ്. കുറച്ച് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പൊ ടൈട്രേഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കുറച്ച് സമയം എടുക്കും. സോ ബോത്ത് സ്റ്റേജസ് ആർ ടൈം കൺസ്യൂമിങ്. അപ്പൊ ഈ ഒരു ഗ്രാഫ്, ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൽ BOD ഗ്രാഫാണ് കേട്ടോ. BOD ഗ്രാഫിൽ പറയുന്നത് എങ്ങനെയാണ്? ടൈം ഇൻ ഡേയ്സ് ആണ് X ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്.
അതായത് 2 ദിവസം, 4 ദിവസം, 6 ദിവസം, 8 ദിവസം, 10 ദിവസം, അങ്ങനെ ഒരു മാസത്തെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ ആദ്യം ഇങ്ങനെ BOD കൂടി ഫസ്റ്റ് സ്റ്റേജ് കാർബണേഷ്യസ് മാറ്റർ ഒക്കെ ഡീകമ്പോസ്ഡ് ആവും. എത്രാമത്തെ ദിവസം? ഒരു 10ാമത്തെ ദിവസം എന്ന് കൂട്ടാം. ഓക്കെ, ഒരു 10ാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴേക്ക് ആ വേസ്റ്റിലുള്ള കാർബണേഷ്യസ് മാറ്റർ മുഴുവൻ ഡീകമ്പോസ്ഡ് ആവും. അതിനുശേഷമാണ് നൈട്രജനീഷ്യസ് മാറ്റർ ഡീകമ്പോസ്ഡ് ആവുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നൈട്രജനീഷ്യസ് മാറ്റർ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്യുക സെക്കൻഡ് സ്റ്റേജിലാണ്. But found that nearly 70 to 80% of total BOD is satisfied within 5 days at a temperature of 20 degrees Celsius. അതായത് നമുക്ക് ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ടൈം കൺസ്യൂമിങ് ആണെങ്കിലും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു 70 to 80% വരെ BODയും ആദ്യത്തെ 5 ദിവസത്തിൽ തന്നെ ഡീകമ്പോസ്ഡ് ആവും. ഓക്കെ, ആദ്യത്തെ ഒരു 5 ദിവസത്തിൽ തന്നെ 70 to 80%ന്റെയും ഡീകമ്പോസിഷൻ കഴിയും. പിന്നെ ബാക്കിയുള്ള ഒരു 20 to 30% ബാക്കി ഉള്ള ഒരു 28-30 ദിവസമൊക്കെ എടുക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5 ദിവസത്തെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, കാരണം മെയിൻ ആയിട്ടുള്ള ഒരു ശതമാനം ആ 5 ദിവസം കൊണ്ട് തന്നെ ഡീകമ്പോസ്ഡ് ആവും. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റിന് മിനിമം 5 ദിവസം എടുക്കും റിസൾട്ട് കിട്ടാൻ. ഓക്കെ, hence BOD value for 5 days period incubated at 20 degree Celsius. 20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബില് നമ്മുടെ സാമ്പിള് 20 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്ത് വെക്കണം 5 ദിവസത്തേക്ക്. എന്നിട്ട് 5ാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുക. അപ്പൊ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള 20 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിളിന്റെ BOD വാല്യൂ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയി കണക്കാക്കുന്നത്. ഓക്കെ, അതാണ് BODന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ BOD എന്ന് വെച്ചാൽ BOD വാല്യൂ 5 ദിവസം കഴിഞ്ഞ് which is incubated at 20 degree Celsius is taken as the standard value. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ COD വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ COD നമുക്ക് 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടും. ഓക്കെ, അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ സാമ്പിൾ എടുത്ത് അത് 2 മണിക്കൂർ ചൂടാക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 2 മണിക്കൂർ ചൂടാക്കിയിട്ട് ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. പക്ഷേങ്കിൽ BODന്റെ ആൻസർ കിട്ടണമെങ്കിൽ 5 ദിവസം കഴിയും. ഓക്കെ, പക്ഷേങ്കിൽ ഈ ഒരു BOD എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഡിസൈന്, പ്ലാനിങ്, എല്ലാ കാര്യങ്ങൾക്കും BOD വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതിന്റെ റീസൺ പറഞ്ഞതാണ് അല്ലെ? നമ്മൾ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ലോജിക് എന്താന്ന് വെച്ചാൽ ബാക്ടീരിയാസിനെ കൊണ്ട് അതിലുള്ള വേസ്റ്റ് ഒക്കെ കഴിപ്പിക്കുക അല്ലെ? മൈക്രോ ഓർഗാനിസംസിനെ കൊണ്ട് ആ വേസ്റ്റ് വാട്ടറിലുള്ള വേസ്റ്റ് ഒക്കെ കഴിപ്പിക്കുക. കാരണം അതാണ് ബാക്ടീരിയാസിന്റെ ഫുഡ് അല്ലെ? അപ്പൊ ആ ഫുഡ് അവരെ കൊണ്ട് കഴിപ്പിച്ച് ബാക്ടീരിയാസിനെ നമ്മൾ അവസാനം ഒഴിവാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എത്രത്തോളം അങ്ങനത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് ആ വേസ്റ്റിൽ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് BOD essential. BOD is an essential parameter. Okay, so BOD is defined as the amount of oxygen required for stabilization of organic matter under aerobic conditions
Incubated for 5 days at 20 degrees Celsius. അപ്പോൾ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ, BODയുടെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഫിഗറിലുണ്ട്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഈ വെള്ളയും ഓറഞ്ചും കാണിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഈ പച്ച മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഓർഗാനിക് കോമ്പൗണ്ടിനെ കഴിക്കും. ഓക്കെ, ഈ മൈക്രോ ഓർഗാനിസംസ് ജീവിക്കണമെങ്കിൽ അവർക്ക് ഓക്സിജൻ വേണം അല്ലെ? അതാണ്. അപ്പൊ എത്ര ഓക്സിജൻ വേണം ഈ ഒരു മൈക്രോ ഓർഗാനിസം ജീവിച്ച് ഈ ഫുഡ് കഴിക്കാൻ? അപ്പൊ ആ ഒരു ഓക്സിജന്റെ അളവിനെയാണ് BOD എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എത്ര ഓക്സിജൻ വേണം നമ്മുടെ മൈക്രോ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാൻ, സോ ദാറ്റ് ദേ ക്യാൻ ഫീഡ് ഓൺ ദ ഓർഗാനിക് മാറ്റർ. ഓക്കെ, അതാണ് BOD. ഒന്നും കൂടെ ആ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൈവയ്ക്കൊക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും കാണുന്നതാണ്. ഓക്കെ, BOD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ stabilization of organic matter under aerobic conditions. ശ്രദ്ധിക്കണം, എയറോബിക് കണ്ടീഷൻസിൽ, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ മാത്രം. ഇൻക്യുബേറ്റഡ് ഫോർ 5 days, 5 ദിവസം 20 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ് എന്തിന്? ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസിന് ഈ ഓർഗാനിക് മാറ്റർ കഴിക്കാൻ വേണ്ടി. അതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ഇത് ഈ കാണിക്കുന്ന ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ മൈക്രോബിയൽ മെറ്റബോളിസം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വാട്ടർ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. പക്ഷെ ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ഇൻക്യുബേറ്റഡ് ഫോർ 5 days at 20 degrees Celsius. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയർ നേരത്തെ CODയിൽ നമ്മൾ കണ്ടിരുന്നു. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒക്കെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? അതുപോലെ BODന്റെ പ്രൊസീജിയർ, DO value of sewage sample diluted with aerated distilled water is first found. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മുടെ സീവേജ് ഒരുപാട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അതിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സീവേജ് എടുത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. എന്നിട്ട് ആ പുതിയ വെള്ളത്തിന്റെ DO, അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ, DO എന്ന് എവിടെ കണ്ടാലും എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് കേട്ടോ. DO എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുക, ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് വെച്ചാൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ, വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയി നിൽക്കുന്ന ഓക്സിജൻ, അതാണ് മൈക്രോ ഓർഗാനിസംസ് എടുക്കുക അല്ലെ, കൺസ്യൂം ചെയ്യുക. ഇപ്പൊ നമ്മുടെ മീനൊക്കെ, ഫിഷസ് ഒക്കെ അക്വാട്ടിക് എങ്ങനെയാണ് അവര് റെസ്പയർ ചെയ്യുക? ഫിഷസ് റെസ്പയർ ചെയ്യുക വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജനിൽ നിന്നാണ്. ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജനെയാണ് DO എന്ന് പറയുന്നത്, ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓക്കെ, സോ DO വാല്യൂ ഓഫ് സീവേജ് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യും. ആ ഡൈല്യൂട്ട് ചെയ്ത സാമ്പിളിന്റെ DO ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. Then sample is added with small amount of nutrient salts and incubated for 5 days at 20 degrees Celsius. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു സാമ്പിളില്, അതായത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ച സാമ്പിൾ, ആ സാമ്പിളില് കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യും. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ, ന്യൂട്രിയൻസ് എന്തിനാണ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിന് ഭക്ഷണം വേണം അല്ലെ? 5 ദിവസത്തേക്ക് ഭക്ഷണം വേണം. ഓർഗാനിക് കോമ്പൗണ്ട്സ് അവര് കൺസ്യൂം ചെയ്യും, അത് ചെയ്യും. പക്ഷെങ്കിലും അഥവാ അതിന് കൺസ്യൂം ചെയ്യാനുള്ള ഒരു അളവില് ഇല്ലെങ്കിൽ, ഭക്ഷണം ഇല്ലെങ്കിൽ അത് ചത്തുപോകും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ന്യൂട്രിയൻസ് നമ്മൾ കുറച്ച് അതിൽ കൊടുക്കും. ഓക്കെ, നമുക്കറിയില്ലല്ലോ അതിലുള്ള വേസ്റ്റ് എത്രത്തോളം ഇതിന് കൺസ്യൂം ചെയ്യാൻ പറ്റിയതാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട്
മൈക്രോ ഓർഗാനിസംസ് ചത്തു പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ന്യൂട്രിയൻസ് നമ്മൾ അതിൽ കൊടുക്കും. എന്നിട്ട് ഒരു ഫ്രിഡ്ജ് പോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. ഒരു ഫ്രിഡ്ജ് പോലെയാണ് കാണാൻ. ഓക്കെ, ഇപ്പൊ ലാബിലൊന്നും വരാത്തോണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, പിന്നെ വേണ്ടവര് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം ഇൻക്യുബേറ്റർ. ഓക്കെ, നമ്മുടെ ഫ്രിഡ്ജൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുക. ഓക്കെ, അതായത് അതിൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചർ. ഇപ്പൊ 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഇൻക്യുബേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോബ് ഉണ്ട്. അപ്പൊ ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു ഫ്രിഡ്ജിന്റെ അകത്ത്, ഇൻക്യുബേറ്ററിന്റെ അകത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ 20 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് വെക്കുക 5 ദിവസത്തേക്ക്. എന്നിട്ട് 5ാമത്തെ ദിവസം കഴിയുമ്പോൾ ആ ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുക വീണ്ടും. So residual DO in the sample after incubation is determined. അപ്പൊ 5 ദിവസം കഴിയുമ്പോൾ, നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ പിന്നെ ബാക്കി എത്ര ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും. So difference in DO before and after incubation gives the depletion of oxygen in ppm. അതായത് നമുക്ക് ആദ്യം എത്ര ഓക്സിജൻ ഉണ്ടായിരുന്നു, പിന്നെ 5 ദിവസം കഴിയുമ്പോഴേക്കും അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് ശ്വസിക്കും അല്ലെ, ഓക്സിജൻ കൺസ്യൂം ചെയ്യും, അങ്ങനെ ഓക്സിജൻ തീർന്നു പോകും. അപ്പൊ ഫൈനൽ ഡിഒ നമ്മുടെ 5 ദിവസം കഴിഞ്ഞിട്ട് എത്ര അതിൽ ഡിഒ ഉണ്ട് എന്നുള്ളതും കണ്ടുപിടിച്ചു. അപ്പൊ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഓക്സിജൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഡിഫറൻസ്, അതാണ് എന്ത്, ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ. അപ്പൊ അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, എത്രത്തോളം ഓക്സിജൻ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചു എന്നുള്ളത് കിട്ടും അല്ലെ. ആ ഉപയോഗിച്ച ഓക്സിജന്റെ അളവാണ് BOD. ഓക്കെ, അപ്പൊ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ടോ അത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാനാണ് മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് BOD. അപ്പൊ BODന്റെ ഫോർമുല നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഇൻ ppm. ആ ഡിഫറൻസ്, ഇനിഷ്യൽ DO മൈനസ് ഫൈനൽ DO, ആ ഒരു ഡിഫറൻസ് ഇൻടു ഡൈല്യൂഷൻ ഫാക്ടർ. ഓക്കെ, ആ ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് ശ്രദ്ധിക്കണം എപ്പോഴും, ഡൈല്യൂഷൻ ഫാക്ടർ. കാരണം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്, നമ്മുടെ സീവേജ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ml എടുത്ത് ബാക്കി ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ചിലപ്പോ ഒരാള് 2 ml ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 100 ml എടുക്കാൻ വേണ്ടി ഒരാള് 2 ml സീവേജ് എടുത്ത് 98 ml വാട്ടർ ആണ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കാം. പകരം വേറൊരാള് 10 ml സീവേജും 90 ml വെള്ളമാണ് ആഡ് ചെയ്തതെന്ന് വെക്കുക. പിന്നെ അതുപോലെ വേറൊരാള് 15 അല്ലെങ്കിൽ 20 ml സീവേജും ബാക്കി 80 ml ഡിസ്റ്റിൽ വാട്ടറുമാണ് എടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ അളവിനും നമുക്ക് വ്യത്യസ്ത വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ അത് ആ നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ തരില്ല അല്ലെ, ഓരോരുത്തർക്കും ഓരോ വാല്യൂ ആണ് ഒരേ വേസ്റ്റിന് കിട്ടുക. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമുക്ക് എല്ലാവരും ഒരേ വേസ്റ്റ് വാട്ടർ സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വെള്ളം എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഒരേ വാല്യൂ കിട്ടണം അല്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഡൈല്യൂഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ml സീവേജ് എടുത്തവർക്കും 10 ml സീവേജ് എടുത്തവർക്കും 20 ml സീവേജ് എടുത്തവർക്കും ഒരേ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻടു ഡൈല്യൂഷൻ ഫാക്ടർ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് BOD കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് ഞാൻ ഒരുപാട് സമയം ഈ BODയിൽ കളയാൻ കാരണം അത് അത്രയേറെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് എടുത്തതൊക്കെ ഒന്നും കൂടെ ശരിക്കും വായിച്ച് BOD ശരിക്കും എന്താണെന്ന് മനസ്സിലായോ എന്നൊന്നും കൂടെ നോക്കൂ. ഓക്കെ.
അപ്പോൾ നമുക്ക് ബാക്കി ഇനിയിപ്പോൾ 2 ടെസ്റ്റും കൂടിയാണുള്ളത്, pH വാല്യൂയും ക്ലോറൈഡും അല്ലേ. അപ്പം അതും പിന്നെ കുറച്ച് ബാക്കിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മിക്കവാറും അടുത്ത ക്ലാസ്സിൽ നമ്മുടെ 3rd മോഡ്യൂൾ തീരും. അടുത്ത ക്ലാസ്സിൽ തീർന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്ലാസ് കൊണ്ട് 3rd മോഡ്യൂൾ തീരും. ഓക്കെ, മാക്സിമം ഞാൻ അടുത്ത ക്ലാസ്സിൽ തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പം താങ്ക് യു.